പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മളിങ്ങനെ എങ്ങോട്ടാണെന്നൊന്നും അറിയത്തില്ല, അങ്ങ് കറങ്ങും കേട്ടോ. ഇന്ന് ഞായറാഴ്ചയൊക്കെ അല്ലേ, അപ്പോൾ കുഞ്ഞിയൊക്കെ വീട്ടിൽ ഇരുന്നിട്ട് ഭയങ്കര വിഷമമായിരുന്നു. ഇന്ന് പോയപ്പോൾ വന്ന് നമ്മൾ ഈ മുണ്ടീരുമ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വന്നു. അപ്പോൾ ഇവിടുന്ന് രാവിലെ നമ്മൾ കയറി ദർശനമൊക്കെ കഴിഞ്ഞിറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ചിലപ്പോൾ മുണ്ടക്കയം വരെയൊക്കെ ഒന്ന് പോകേണ്ടി വരും. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ പോകാം. എന്നാ അത് വീടല്ല, ഒരു ഓഫീസായിട്ട് എന്തോ ഒരു സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്, മുട്ട പോലെ തന്നെ. ഇത് റോഡ് സൈഡിലായിരുന്നല്ലേ? പിന്നെ ഇതേ പണിത സമയത്ത് ഭയങ്കര ഫേമസ് ആയിരുന്നേ. ഒത്തിരി ആൾക്കാർ വന്ന് ഇത് എടുക്കുകയൊക്കെ ചെയ്തു. അതിനകത്ത് അവരുടെ ഓഫീസോ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തായിരുന്നു. ഞാൻ എന്നാലും ഇത്രയും പ്രാവശ്യം പോയിട്ട് കണ്ടിട്ടില്ല. റൈറ്റ് സൈഡിലെ ആണ് കല്ലാർപ്പുഴ. ഈ കല്ലാർപ്പുഴയുടെ തീരത്താണ് മറ്റേ എഗ് ഹൗസ് വെച്ചേക്കുന്നത്. ഇതാണ് കല്ലാർ. കല്ലാറെന്ന് പറഞ്ഞപ്പം സ്ഥലപ്പേരാണ്. കല്ലാന്നാണ് ഓർത്തെ. സ്ഥലപ്പേരാണ് കല്ലാർ. ഇതിലെ ഒരു കല്ലാർ പുഴയുണ്ടല്ലേ. ഇവിടെ ഒരു ഡാമൊക്കെ ഉണ്ട്, നല്ലപോലെ ചെക്ക് ഡാമാണ്. നല്ലപോലെ പിന്നെ മഴ പെയ്യുന്ന സമയത്ത് ഇതിലെല്ലാം നിറഞ്ഞ് വെള്ളം കയറി ഒഴുകും. റോഡിലൊന്നും കയറിയിട്ടില്ലല്ലോ. കഴിഞ്ഞ പ്രളയത്തിലൊക്കെ കയറിയായിരുന്നു. കല്ലാറ് ആ ഭാഗമെല്ലാം മൊത്തം വെള്ളം കയറിയായിരുന്നു. ഇത് കണ്ടോ, കല്ലാറിലെ ഡാം കണ്ടോ? ഈ കല്ലാർ ഡാമിനകത്ത് ഇപ്പം വെള്ളമില്ല, വെള്ളമെല്ലാം തീർന്നു. ഇനിയിപ്പോൾ മഴ പെയ്ത് വെള്ളമൊക്കെ ആകണം. ഇത് പുതിയ പാലം അല്ലേ? നമ്മള് 2 പമ്പിൽ കേറിയിട്ട് അല്ല, ഇത് രണ്ടാമത്തെ പമ്പ അല്ലേ? ഡീസൽ ഇല്ലായിരുന്നു. ഇനി ഇവിടെ കാണുമെന്തോ. ഇപ്പൊ ഈ ട്രംപും മറ്റവരും എല്ലാം കൂടെ യുദ്ധം നിർത്തിയാലേ നമുക്ക് ഡീസൽ കിട്ടുള്ളൂ. അവിടെ നടക്കുന്ന ഓരോ പ്രതിസന്ധികൾ ഇങ്ങനെ വന്നോണ്ടിരിക്കില്ലേ, അതെല്ലാം ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഒരാഴ്ചയായിട്ട് നമ്മളെ കറങ്ങാൻ കാണിക്കാൻ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഏലക്കാടിന്റെ നടക്കാണല്ലോ ഇവിടെ കൊണ്ടുവന്നേ. ഇന്നെങ്കിലും നമുക്ക് ഇതിൽ നിന്നൊരു മോചനം തരുമോ? ഏലം എങ്ങനെയുണ്ട്? ഏലം ഒന്നും കുഴപ്പമില്ല. ഇവിടെ കാരൻ്റെ പറമ്പായത്. ഇവിടെ താഴെ ഒരു കുഴൽക്കിണർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് മോട്ടർ ഇറക്കിയിട്ട് വെള്ളം അടിച്ച് നോക്കാനായിട്ട് വന്നതാണ്. നമ്മളെ ഇവിടെ കൊണ്ട് പോസ്റ്റാക്കിയിട്ട് അവരങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഇനി വന്നിട്ട് സമയമുണ്ടെങ്കിൽ മുണ്ടക്കയത്തിന് പോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, ഇല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്നു. എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം. ഇടയ്ക്ക് നാടും കാണണ്ടേ അല്ലേ? അതെ അതെ. നമ്മുടെ യാത്രയിൽ നമ്മൾ പട്ടുമല പള്ളിയിൽ വാതിക്കലെത്തി കേട്ടോ. ഇവിടെ ഇന്ന് എന്തോ ഉത്സവം പെരുന്നാളൊക്കെയാന്ന് തോന്നുന്നല്ലേ? ഞായറാഴ്ച ആയതുകൊണ്ട്. നമ്മളിനി പോകുന്നത് എങ്ങോട്ടാണെന്നറിയാവോ? പരുന്തുംപാറ പോയിട്ടുണ്ടോ ബോബി? പോയിട്ടൊക്കെ ഉണ്ട്. നമ്മൾ പണ്ട് രാമക്കൽമേടിന്റെ ടൂർ പോയത് തുറക്കുന്നുണ്ടോ? നിനക്ക് ഓർക്കാനുള്ള പ്രായമില്ലടാ, അന്നേരം നീ പരുന്തുംപാറ കണ്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് പരുന്തുംപാറയൊക്കെ കയറാം. പണ്ട് നമ്മൾ രാമക്കൽമേടിന്റെ ടൂർ പോയി. ഇപ്പൊ നമ്മൾ രാമക്കൽമേടിന്റെ അവിടെ താമസിക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ടോ? ചുമ്മാ നുണ പറയുന്നത് ആണോ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, പരുന്തുംപാറയിൽ കയറി നോക്കാം അല്ലേ? കൊറേ കേറണോ? മലയാണോ? വണ്ടി കാറുകളെല്ലാം അവിടെ ചെല്ലും, കുഴപ്പമില്ലല്ലേ? ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് ഒത്തിരി കല്യാണ വണ്ടികളുണ്ടായിരുന്നു കേട്ടോ. കല്യാണ തിരക്കുകളായിരുന്നു റോഡിലെല്ലാം. ഇതിലെയാണ് പരുന്തുംപാറ കയറി പോകുന്നത്. അതായത് നമ്മള് കുമളിയിൽ നിന്ന് മുണ്ടക്കയം കുട്ടിക്കാനം വരുന്ന റൂട്ടില്ലേ, വണ്ടിപ്പെരിയാറെല്ലാം കഴിഞ്ഞ് പാമ്പനാറ് കഴിഞ്ഞ് മുന്നോട്ട് വന്നിട്ട് ലെഫ്റ്റിലേക്ക് കയറിപ്പോകും. നേരെ പരുന്തുംപാറയ്ക്കായി പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് കുട്ടിക്കാനത്തിന് വലിയ ദൂരം ഇല്ലായിരിക്കും അല്ലേ? ഇല്ല, കുട്ടിക്കാനൊക്കെ അടുത്താ. നമ്മൾ അവിടെ നിന്ന് വന്നോണ്ടല്ലേ? ഇല്ല, പരുന്തുംപാറ 4.5 കിലോമീറ്റർ. നല്ല റോഡാ കേട്ടോ. പണ്ട് നമ്മൾ വന്ന, പക്ഷെ മറന്നുപോയി. ഇതിപ്പോ അന്നത്തെ പോലൊന്നും ആയിരിക്കുമല്ലോ. ഇപ്പൊ പാസ്സൊക്കെ ആയി കാണും. അന്ന് ഒരു പാസ് ഒന്നും ഇല്ല. പോയി നോക്കാം എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മള് പരുന്തുംപാറയിലോട്ട് വന്ന് കയറുന്നിടത്തെ ഒരു ചെക്ക് പോസ്റ്റ് ആണ് കേട്ടോ. ഇവിടെ വണ്ടികൾക്കെല്ലാം പാസ്സുണ്ട്. പാസ്സൊക്കെ എടുത്താ കയറി പോകുന്നത്. പീരുമേട് ഗ്രാമപഞ്ചായത്ത് ഗ്രീൻ ടോൾ ഗേറ്റ്. കാറിനൊക്കെ 20 രൂപ, ബസ് 100 രൂപ, ട്രാവലർ 70 രൂപ, കാറ് ജീപ്പ് 20 രൂപ, 2 വീലർ ഫ്രീ അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കും
പതുക്കെ അങ്ങോട്ട് കയറാം അല്ലേ. വണ്ടിയുണ്ട് പുറകിലെ. ഇനി ഇവിടെ ഉണ്ടല്ലോ ഭയങ്കര മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇടിയും ഷൂട്ടിംഗ് ഉണ്ട്, ഇതിലൊക്കെ ഷൂട്ടിംഗ് ഷൂട്ടിംഗ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഷൂട്ടിങ്ങിനുള്ള വണ്ടികളൊക്കെ കിടപ്പുണ്ട്. നമ്മൾ എവിടെ പോയാലും ഈയിടെയായിട്ട് ഷൂട്ടിങ്ങിന്റെ വണ്ടി മാത്രം കാണുന്നില്ല. അതെല്ലേ. ആക്ടേഴ്സിനെ ഒന്നും കാണാൻ ഇവിടെ ക്യാരവാനൊക്കെ കിടപ്പുണ്ട്. അതുകൊണ്ട് പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ഒരു ടൊയോട്ട വെൽഫെയർ ടാക്സി വണ്ടി കിടക്കുന്നുണ്ടോ. 2 എണ്ണം ഉണ്ട്. അത് ഈ ഷൂട്ടിങ്ങുകാരുടെ വണ്ടിയാണെന്ന് തോന്നുന്നു. നല്ല ഇവിടെ തിരക്കാ കേട്ടോ. അതെ, ഇന്ന് ഞായറാഴ്ചയും കൂടെ ആയിട്ടാന്ന് തോന്നുന്നു ഇത്ര തിരക്ക്. ഇതുപോലെ ഇഷ്ടം പോലെ കടകളൊക്കെ ആയല്ലേ. അതെ, നോക്കി എന്തേരം കടകൾ. അങ്ങ് വരെ ഉണ്ട് കേട്ടോ. നല്ല തിരക്കാ. നമ്മളിത് പക്ഷെ ഇത്ര തിരക്കുണ്ടെന്ന് ഓർത്തില്ലല്ലോ. വരും, നമുക്ക് ചായ കുടിക്കാം. കൊള്ളാലോ. പക്ഷെ മഴക്കുള്ള ലക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ പരിപാടികളൊക്കെ എത്രയും പെട്ടെന്ന് കയറി ഇറങ്ങി പോവാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പെട്ടെന്ന് ഇടിമിന്നലൊക്കെ വരുന്ന സ്ഥലങ്ങളാ. പരുന്തുംപാറ വന്നിട്ട് നല്ല കാറ്റുണ്ടല്ലേ. അതെ, എവിടെ ചെന്നാലും കാറ്റും. അതെല്ലേ, നല്ല സീനറി കേട്ടോ. ഇന്ന് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് ഇഷ്ടം പോലെ ആളുണ്ട്. ഞായറാഴ്ചയും വെക്കേഷനും ഒക്കെ ആയതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്ക്. എനിക്കൊക്കെ മുട്ടിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് കുഞ്ഞൊന്നും നടക്കാൻ വരുന്നില്ല. അവർ രണ്ടുപേരോട് അവിടെ നിൽപ്പുണ്ട്. ലോട്ടറി ഒക്കെ എടുത്ത് അവിടെ നിൽക്കട്ടെ, നമുക്ക് ഐസ്ക്രീമൊക്കെ തിന്ന് നിൽക്കാന്നാ പറഞ്ഞത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് താഴെ വരെ പോയി നോക്കാം. നല്ല ആൾക്കാരുണ്ടല്ലേ, ഇഷ്ടം പോലെ ആളാ. വെയിലുണ്ട്, അവധിയൊക്കെ അല്ലേ. പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോൾ കാലാവസ്ഥ മാറും. ഇപ്പൊ തന്നെ മൂടി നിൽക്കുക. ഉച്ച കഴിയുമ്പോഴത്തേക്കിനും ഇടിയും മഴയൊക്കെ ആവും. ഇടിയൊക്കെ ആയി കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നും നമുക്ക് സേഫ്റ്റി അല്ല. ഇടി കെട്ടുമായിരിക്കും അല്ലേ. ഇടിയൊക്കെ പെയ്ത് ഇടിയെ വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നോക്കുമ്പോൾ കണ്ടോ, കറക്റ്റ് പരുന്തിൻ്റെ ഷേപ്പ് വരുന്നില്ലേ, കണ്ടോ. അതുകൊണ്ടാണ് പരുന്തുംപാറ എന്ന് പറയുന്നത്. കണ്ടോ, ഒരു പരുന്ത് ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നുന്നു. എവിടെ ചെന്നാലും ഇങ്ങനെ വേസ്റ്റ് ഉണ്ടല്ലേ. അതുകൊണ്ട് ആൾക്കാർ ചുമ്മാ കൊണ്ട് നിലയിലെല്ലാം ഇട്ടിട്ട് പോവല്ലേ. ഓഫ് റോഡാണോ? ഓഫ് റോഡാ. മേളി വരെ ഉള്ളായിരുന്നു പടിയൊക്കെ. അവിടെ കൊണ്ട് പടി തീർന്നു. ഇനിയിപ്പം വേണമെങ്കിൽ നമ്മൾ ഈ ഓഫ് റോഡ് ഇറങ്ങി വന്നു. അവിടുന്ന് കുറെ ഹൈറ്റിൽ നിന്ന് ഇറങ്ങിയല്ലേ വരുന്നത്. ഇത്രയും ഹൈറ്റിൽ നിന്ന് ഇറങ്ങി താഴെ തരണം. അതിനടുത്തൊരു റിസോർട്ട് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ അല്ലേ. കുത്തനെയുള്ള ഇറക്കുക, നല്ല കുത്തനെയുള്ള ഇറക്കമാ. പുള്ളി എങ്ങനെ അവിടെ ചെന്നു? ആണോ, പരുന്തിൻ്റെ മൂക്കിൻ്റെ അവിടെ ഒരാൾ ഇപ്പം ഉണ്ടായിരുന്നു. അയാൾ പോയി അപ്പുറത്തോട്ട്. ഡേഞ്ചറാ. അപ്പുറത്തോട്ട് ഇറങ്ങി പോകാൻ വഴി കാണും. വാ, താഴോട്ട് പോവാ, അവിടം വരെ പോയിട്ട് വരാം. ത്തിന്റെ മുൻപിൽ വരെ അല്ല പുറകിൽ. അതെ പരുന്തുംപാറ തൊട്ട് മുകളിലെത്തി. പക്ഷെ നമ്മുടെ അങ്കൽമേലിൻ്റെ അവിടുത്തെ അത്രയും കാറ്റില്ലല്ലേ. അത്രയില്ല. അതിന് വേണ്ടി ഭയങ്കര കാറ്റാ. വീണ്ടും കുത്തനെയുള്ള ഇറക്കം. ഇറങ്ങി പോകുന്നുണ്ട്. ഈ പരുന്തുംപാറ മേളിൽ നിന്ന് കാണുന്നല്ലോ കേട്ടോ. താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി സീനാ. ഇറങ്ങി വന്നാലേ അറിയുന്നുള്ളൂ. മേളിൽ വന്ന് നോക്കിയാൽ നമുക്ക് അത്ര ഒരു താഴേക്ക് നോക്കുമ്പോൾ ഒരു ഫീൽ. ഇവിടെ ഇറങ്ങി വന്നു കഴിയുമ്പോൾ നല്ല അടിപൊളിയാണ് അല്ലേ. അവിടെ നിന്നിട്ടാ അല്ലേ, അവിടെ നിന്നിട്ട് ആൾക്കാർ കാണുന്നത്. അതിലേ ഇറങ്ങി വന്നു, ഇതിലേ വന്നു, ഈ മല ഇറങ്ങി, ഇങ്ങനെ മല ഇറങ്ങിയാണ് ലാസ്റ്റ് ഇവിടെ ഇറങ്ങി വരുന്നത്. ഇനിയിപ്പം മണ്ടയിലോട്ട് കാണാം.
ഇതിൻ്റെ താഴെവശം കാണുന്ന വനഭാഗമാണ്. താഴെ ആനയുണ്ട്. ആന മുമ്പേ കാർന്ന് ഒച്ച കേട്ടു. ഇവിടെ ആന, കടുവ, പുലി എല്ലാ സാധനങ്ങളും ഉള്ള സ്ഥലങ്ങളാണ്. ഇപ്പൊ ആൾക്കാർ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വന്ന് കഴിഞ്ഞിട്ട് ഇപ്പം ശരിക്കും കാറ്റായി, നല്ല കാറ്റായി. നല്ല ഇറക്കം, ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയ. പണ്ട് പപ്പു പറഞ്ഞ പോലെ ആവും. അതെ, നമുക്ക് കയറി പോയാലോ? അവർ നമ്മളെ വെയിറ്റ് ചെയ്ത് മടുത്ത് കാണും. കയറിയേക്കാം. ഓഫ്-റോഡ് ജീപ്പ് ഇറങ്ങി വരുന്നത്. ബ്ലോക്ക് ആയിരുന്നു ഇവിടെ. വഴിക്ക് സിപ്പ് ലൈനിൽ കയറാനായിട്ട് വന്നേക്കോ 3 പേര്. ഓപ്പി കുഞ്ഞാടെ നമ്മുടെ പരുന്തമ്പാറയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ. കുറച്ച് വെളിയിലോട്ട് ഇറങ്ങി വന്ന് കഴിയുമ്പോൾ സിപ്പ് ലൈൻ ഉണ്ട്. എനിക്ക് പേടിയാ, ഞാൻ കയറുന്നില്ല. ഒരു 3 പേര് കയറാൻ പോവാം. ഉച്ച തന്നെയാണല്ലോ ഇവിടെ വരുന്നത്. എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആണോ? തല ഇറങ്ങിയോ? രണ്ട് ക്ഷീണിച്ചും അവശനായ പോലെ ഉണ്ടല്ലോ. പിന്നെ എത്ര ദൂരം പോയിട്ട് വന്നതല്ലേ. കുഞ്ഞേ, കുഞ്ഞിയുടെ നിർബന്ധത്തിനാണ് സിപ്പ് ലൈനിലൊക്കെ കയറിയത്. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ആണോ? ഇഷ്ടപ്പെട്ടോ? തല ഇറങ്ങിയോടാ? ഇല്ല, മുമ്പേ കേറിയിട്ടുണ്ട് 2-3 തവണ. പക്ഷെ അതിന്റെ അടുത്തടുത്താ. സ്കൂളിൽ നിന്ന് പോയപ്പോഴും. ഇത് പക്ഷെ അത്യാവശ്യം ദൂരെയായിരുന്നു. അതെ, നല്ല ദൂരം ഉണ്ടല്ലേ, കൊറേ നേരം. കൊള്ളാം അല്ലേ? ഇത് പരുന്തമ്പാറയുടെ അടുത്ത് തന്നെ ആയിട്ടാ. അങ്ങോട്ട് നമ്മള് പരുന്തമ്പാറയിലോട്ട് പോകുന്ന വഴിയാ. 500 മീറ്റർ. 500 മീറ്റർ. ഇവിടുന്നോ അങ്ങോട്ടോ? കുറച്ചല്ലേ ഉള്ളൂ. വഴിക്ക് തന്നെ കാണാം. കൊള്ളാം. വരുന്നവരെല്ലാം ഏതായാലും കേറിട്ടാട്ടോ പോന്നെ. ഇന്ന് മുഴുവനേ തട്ടാത്തിക്കാനത്തിനടുത്താണ് കേട്ടോ ഈ സ്ഥലം. തട്ടാത്തിക്കാനം എന്ന് പറയും. തട്ടാത്തിക്കാനം പൈൻ ഗാർഡൻ അല്ലേ? നമ്മുടെ വാഗമണിലെ പോലെ തന്നെ ഒരു പൈൻ ഫോറസ്റ്റ് ആയത്. ഇത് കുറെ ഏരിയ ഉണ്ട് കേട്ടോ. ഈ തട്ടാത്തിക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് ശരിക്കും ഞാൻ പറഞ്ഞില്ല, ഇവിടെയെല്ലാം ആനകളൊക്കെ വരുന്ന സ്ഥലമാണ്. ശല്യമൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, മഴയ്ക്ക് മുന്നേ ശരിക്കും മറ്റേ വാഗമണിലെ പൈൻ കാട് പോലെ തന്നെയാണ് സംഭവം. ഇന്ന് വരുന്ന എല്ലാം നമ്മള് പണ്ട് വന്നിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടിയാണല്ലോ. ഇന്ന് ഇവിടെ പണ്ട് വന്നതല്ലേ ഇവന്മാരെ കൊണ്ട്. കുറെ ഫോട്ടോ കിടപ്പുണ്ട്. ഇവരുടെയൊക്കെ കുഞ്ഞിപ്പീക്കിരി ആ മരത്തെ കൂടെ ഒക്കെ കയറിയിരുന്ന ഫോട്ടോ. നമുക്കൊന്നാ കയറിയിട്ട് വരാം. നോക്കിട്ട് വരാമോ? ഏതെല്ലാണോ? പാസ് ഉണ്ടോ? പാസ് ഉണ്ട്. എത്ര? പാസ് 15 രൂപ 20 രൂപ ഒക്കെ ഉണ്ട്. 4 പേർക്ക് 120 രൂപ. അപ്പൊ എത്രയായി? 30. പിള്ളേർക്ക് 15 ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവന്മാര് പിള്ളേരല്ലേ? പിള്ളേരായിട്ട് കൂട്ടുവരുന്നു. അതിന് കണ്ടാ പൊക്കമുണ്ട് പിള്ളേരാന്ന് പറയാമല്ലായിരുന്നു. എങ്ങനെയുണ്ട് പൈൻ ഫോറസ്റ്റിനകത്ത് വന്നിട്ട്? നല്ല രസമല്ലേ? ചുമ്മാ വന്നിരിക്കാൻ നല്ല ഇഷ്ടം പോലെ ഏരിയ ഉണ്ട്. കുട്ടിക്കാലത്ത് ഇച്ചിരി വന്നാൽ മതി അല്ലേ? നല്ല രസമുണ്ട് കാണാൻ. ഈ പൈൻ മരമേ ഒരേ ലെവലിലല്ലോ ഇങ്ങനെ പൊങ്ങി പോയിട്ടെ. അതെ, കാണില്ലേ മേളോട്ട് നല്ല ഒറ്റ ലെവലിൽ കയറിപ്പോ ഇതിന്റെ ഇതുണ്ടോ ഇല വീണ് കിടക്കുന്നതേ നിലത്ത് നല്ല ഭംഗിയാ. ഞാൻ പണ്ട് വന്നപ്പോ ഇവിടെ നിന്ന് ഇതിന്റെ കാ കുറെ പെറുക്കിക്കൊണ്ട് പോയിട്ട് ഓർക്കുന്നുണ്ടോ? പെയിന്റ് അടിച്ചിട്ട് പൂ പോലെ തന്നെ ഇരിക്കും ഇതിന്റെ കായ. പക്ഷെ ഇപ്പൊ കാണുന്നില്ലല്ലോ.